ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. തിയേറ്ററിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു. ആ ബുദ്ധിമുട്ടുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ ഡിക്സിനോട് ചോദിച്ചു, ചേട്ടൻ നമുക്ക് എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചത്. കേൾക്കണം. ലാൽ സാറിൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ് ചെയ്യാൻ. എന്തോ ലാൽ സാറിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഒരു നിമിഷം നമ്മളൊരു ഇതാവുമല്ലോ, നമ്മളൊരിക്കലും അങ്ങനെ ആ ഒരു മഴക്കാലത്ത് ആ ഒരു ബുദ്ധിമുട്ടില്ല. അതാണ് ദൈവം ഇറങ്ങി വരുന്നത് പറഞ്ഞു. ആ ബൈക്കില് ലാലേട്ടൻ്റെ ഒപ്പം ഇരിക്കുമ്പോ മനസ്സിലുണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? ചിലപ്പോൾ അത് ഓക്കെ ആയില്ലെങ്കിൽ ചിലപ്പോൾ കട്ടായി പോകട്ടോന്ന് ഓപ്പണായിട്ടൊക്കെ പറയുക, അങ്ങനെ പറയുക. മറ്റുള്ളത് പറയൂല്ലോ, ലാൽ സാറിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്, ആ ടെൻഷനൊന്നും ചേട്ടന് വേണ്ട. അപ്പോൾ ചേട്ടൻ കൂളായിട്ട് ചേട്ടൻ ഞാൻ പറഞ്ഞു തന്നല്ല കഥ, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ എങ്ങനെ പറയുമ്പോഴും ലാലേട്ടൻ്റെ മുമ്പിൽ പോയിക്കുമ്പോൾ ഒരു നമുക്കൊരു ഇതുണ്ടാവും. എങ്ങനെയാണേലും ലാലേട്ടനെ കയറ്റി വെച്ചിരുന്ന ഫോട്ടോയും ലാലേട്ടൻ്റെ പിന്നിലിരുന്ന ഫോട്ടോയും, ആ 2 ഫോട്ടോ മതി എനിക്ക്. എന്തേപോലെ ഇത്രേ അല്ല സാറേ, ഞാൻ വാർത്ത വെച്ചായിരുന്നു. അപ്പം ഞാൻ വെച്ച് തെറ്റായിപ്പോയോ, എന്താ ഇനി സംഭവിക്കണേന്ന് അറിയാൻ പാടില്ലല്ലോ. പക്ഷേ ഈ പടം എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് വിളിക്കാത്ത ഭയങ്കര ചങ്സ് ഫ്രണ്ട്സുണ്ട്. വിളിക്കാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, വിളിച്ചവരെല്ലാം നല്ല റെസ്പോൺസ് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചാറ്റൽ മഴ വന്നപ്പോൾ പറഞ്ഞാൽ ഷൈജോ നനയാണ് ക്യാരവാനിലേക്ക് ഇരുന്ന് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ക്യാരവാൻ തുറന്ന് നോക്കുമ്പോൾ ആരുമില്ല അവിടെ. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയപ്പം 5-6 പേരുടെ കൂടെ, ഇപ്പം മെയിൻ ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മുടെ പടം വരികയെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാനിതിനകത്ത് എന്നാ പറയാനോ, എനിക്കതുപോലെ ഒരു ഞാൻ പറഞ്ഞല്ലോ വൈഫിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രാർത്ഥനയുടെ ഭാഗമായിട്ടായിരിക്കാം തരുൺ സാറിനെ പോലുള്ള ആൾക്കാരും രഞ്ജിത്ത് സാറിനെ പോലുള്ള ആൾക്കാരും ഒക്കെ നമ്മളെ കാണുന്നത്. അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം നമുക്ക് പ്രതീക്ഷയുള്ള പലരും ഉണ്ടാവും. നമ്മൾ റൂമൊക്കെ അടച്ചിട്ട് കരഞ്ഞിട്ടുണ്ടാവുമല്ലോ, സങ്കടങ്ങൾ, വൈഫിനെ പോലും കുടുംബത്തെ പോലും അറിയിക്കാതെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ. എന്നെപ്പോൾ കലാകാരന് കിട്ടുന്ന ഒക്കെ പറഞ്ഞ പോലെ ഒരു ഓസ്കാർ അവാർഡാണ് ഈ ചിത്രം. സാറ് കാണിച്ചില്ല, ലാൽ സാറ് കാണിച്ചത് അനുഭവം കേട്ടോ, മറക്കില്ലേ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. നമസ്കാരം. ഒരു സിനിമ കണ്ടു, തുടരും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ ആളുകളെ കാണണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ആദ്യം കാണാൻ എൻ്റെ ജില്ലക്കാരൻ, അടിമാലിക്കാരൻ, ഒന്നും പറയേണ്ട കാര്യമില്ല. ആ സിനിമയിൽ ഒരു ഫോട്ടോയും ആദ്യം വന്നിരുന്നു പത്രത്തിൽ. ഒരു ബൈക്കിൽ ലാലേട്ടൻ, പുറയിൽ ഒരു കഥാപാത്രം, നടുക്കൊരു കുപ്പി. അത് തന്നെ വൈറലായി. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഷൈജോ അടിമാലി. നമസ്കാരം. ഒന്നും പറയാനില്ല. അതെ, വളരെ സന്തോഷം. എനിക്കും അതേക്കാം. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനൊരു സിനിമ എഴുതിട്ട് തേടി വരുവായത്. ആദ്യം ഈ സിനിമയ്ക്ക് ആരുടെ ഇൻ്റർവ്യൂ ഇതുവരെ എടുത്തിട്ടില്ല. തുടരും സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ആരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല. പക്ഷേ ആദ്യം ഈ സിനിമ റിലീസിന് ശേഷം ആദ്യം എടുക്കുന്ന എൻ്റെ ഷൈജോടെ അടുത്താണ്. സന്തോഷം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിലും വലിയ സന്തോഷമൊക്കെ. കാരണം ഒരു പടത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിന്നിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് ഞാനറിയുന്ന, എന്നെ അറിയുന്ന, വർഷങ്ങൾക്ക് മുമ്പേ അറിയുന്ന ഇക്ക വന്ന് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഇക്കയുടെ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി യാത്ര നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, നമ്മൾ വർഷങ്ങളായിട്ടുള്ള ബന്ധം. തീർച്ചയായിട്ടും നമ്മുടെ യാത്ര നമുക്ക് ഓർത്താൽ ബൈക്കിലേക്ക് പോയിക്കുന്ന ചിരിയും വരും, സങ്കടവും വരുന്ന യാത്രകളുണ്ട്. പക്ഷേ ഒത്തിരി യാത്രയിലൂടെയാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ എത്തുന്നതല്ലേ. സിനിമകൾ ചെറുതും ഒക്കെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട് അല്ലേ. മിനി സ്ക്രീനിൽ മിന്നി തിളങ്ങിയിട്ടുണ്ട്. പക്ഷേ ബിഗ് സ്ക്രീനിൽ ഇന്നത്തെ തുടരും എന്നൊരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? സിനിമ കണ്ടു പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ സാറിൻ്റെ ഈ നടനം, അതായത് സാറിൻ്റെ പ്രകടനം കണ്ടെങ്കിൽ ഇരുന്ന് പോയി എന്നല്ലാതെ, ഇരുന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സാറും
പ്രകാശ് ഓർമ്മ സാറും ശോഭന മാമും പിന്നെ എന്തിനാ പറയണ കൂടുതൽ, കാരണം തരുൺ സാർ അതുപോലെ അത് മേക്ക് ചെയ്ത് വെച്ചേക്കുള്ളൂ. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നു. മ്യൂസിക് എല്ലാം കൂടി നമ്മളെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും കടുത്തൊരു സിനിമ പ്രേമി ഇരുന്ന് സിനിമ കാണുന്നൊരു ഫീലിലാണ് ഞാൻ ആ പടം കണ്ടത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. തിയേറ്ററിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പറഞ്ഞാൽ ജനം മൊത്തം പടം കണ്ടിട്ട് തിയേറ്റർ വിട്ട് ഇറങ്ങിപ്പോയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊരു ഒരു ചുമ്മാ ഒരു മോടിക്ക് പറയുന്നൊരു വാക്കല്ല. ശരിക്കും ഞാനിരുന്ന് കരഞ്ഞായിരുന്നു. കരഞ്ഞ പല സ്ഥലങ്ങളിലും ഞാൻ കരഞ്ഞു. പക്ഷെ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ദൈവമേ ഈ ചിത്രത്തിൻ്റെ ഭാഗമാണല്ലോ ഞാനും ഞാൻ ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ ആ പടത്തിൽ മുഴുകിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയതിനു ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മാറി നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ച് ആ ക്രൗഡും ഇത്രയും നല്ലൊരു പടം മേക്ക് ഇറക്കിയ ഡയറക്ടറെ കാണാൻ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരും പിന്നെ ഇൻ്റർവ്യൂസ് എടുക്കാനുള്ള ആൾക്കാരും എല്ലാവരും നിൽക്കുന്ന കണ്ടപ്പോൾ ശരിക്കും അഭിമാനവും സ്നേഹവും സന്തോഷവും തോന്നി. കാരണം ഈ ഒരു വലിയ ചിത്രത്തിൻ്റെ, അതായത് ചെറിയ ചിത്രമെന്ന് പറഞ്ഞിറക്കി വലിയ ചിത്രമായ ഈ തുടരുവിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതാണ് തുടരും ഇറങ്ങിയപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ പോലെ തിയേറ്ററിലിരുന്ന് സിനിമ കണ്ട് കരഞ്ഞു, അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ഇരുന്ന് കരഞ്ഞു, പിന്നീട് മാറി നിന്ന് കരഞ്ഞു അല്ലേ. ആ കണ്ണുനീരിനൊക്കെ ഒരു വില ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? ആ സിനിമയിലെ വിജയം കൂടെ ആയപ്പോഴാണ്. ഇനി ആ സിനിമയുടെ ഒരു യാത്രയുണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരിക്കും ആ സിനിമയ്ക്ക്. ആ യാത്രയെല്ലാം ഈ ക്യാരക്ടർ അതിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമല്ലേ. മോഹൻലാലിൻ്റെ കൂടെയുള്ള ഒരു വേഷം എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് താരങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ മിന്നി മറിഞ്ഞ് വലിയ സീനുകൾ ചെയ്ത താരങ്ങളുണ്ട്. ലാലേട്ടൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ. പക്ഷെ അവിടെ ആ ബൈക്കിൽ സ്പ്ലെൻഡറിൽ ഇരിക്കാനുള്ളൊരു യോഗം കിട്ടിയത് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു അന്ന് മനസ്സിൽ തോന്നിയത്? എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് തരുൺമൂർത്തി സാറിനെയാണ്. ഉള്ള കാര്യം പറയാം. കാരണം സാറ് എന്നോട് കുറച്ച് നാൾ മുമ്പേ കണ്ടപ്പോൾ ഇങ്ങനൊരു പടം ഉണ്ടെന്നോ ഇങ്ങനൊരു വേഷം ഉണ്ടെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ചേട്ടാ നമ്മുടെ ഒരു പരിപാടി വരുന്നുണ്ട്, ചേട്ടൻ ചുമ്മാ താടി ഒന്നും മേടിക്കണ്ട കേട്ടോ, ചുമ്മാ ചിലപ്പോൾ വേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്നല്ലാതെ എനിക്കിങ്ങനെ ഒരു മികച്ച നല്ല പടമാണ്, അതിനകത്തൊരു വേഷമുണ്ട് എന്നൊന്നും സാറ് പറഞ്ഞിട്ടേ ഇല്ല. സാറ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിക്സൺ ചേട്ടൻ കൺട്രോളർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയണത്. ഡിക്സൺ ചേട്ടൻ വിളിക്കുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഡിക്സൺ ചേട്ടൻ വിളിക്കുന്ന സമയം ഒരു നല്ല പ്രോഗ്രാമുകളൊക്കെ കുറഞ്ഞ് ഭയങ്കര സാമ്പത്തിക ഫിനാൻഷ്യലിയൊക്കെ ഭയങ്കര ടൈറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയമാണ്. ഡിക്സൺ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, ചേട്ടാ ഷൈജു ഒരു പടമുണ്ട്, കുറച്ച് ദിവസം വേണ്ടി വരും, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് അതുവരെ ഞാനും വൈഫും മക്കളും കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുകൾ വെച്ചുകൊണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കടങ്ങ് തുറന്ന് പറയാമല്ലോ, ആ ബുദ്ധിമുട്ടുകൾ വെച്ചുകൊണ്ടായതുകൊണ്ട് ഞാൻ ഫസ്റ്റിൽ ഡിക്സനോട് ചോദിച്ചു, ചേട്ടൻ നമുക്ക് എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചത്. കേൾക്കണം ഞാൻ ചോദിച്ചു. അല്ല അതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ടിൽ നിന്നാണ് ചേട്ടൻ നമുക്ക് എത്ര പൈസ കിട്ടുമായിരിക്കും എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഷൈജു ഇത് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ക്യാരക്ടറിനൊരു ഇതിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എത്ര ദിവസമാണ് വർക്ക് എന്ന് ചോദിച്ചു. കാരണം വെച്ചാൽ എന്തെങ്കിലും പരിപാടിക്ക് വന്ന് പോകാൻ പറ്റുന്നതാണോ നമ്മൾക്ക് അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ്. കാരണം അതുപോലത്തെ ഞാൻ പറഞ്ഞു അപ്പം എങ്ങനെയാണ് ചേട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അത് ലാൽ സാറിൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ് ചെയ്യുക. എന്തോ ചോദിച്ചു. ലാൽ സാറിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഒരു നിമിഷം നമ്മളൊരു ഇതാവുമല്ലോ, ഞാൻ മാത്രമല്ല വൈഫ് മക്കളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോഴാണ് ഞാൻ വൈഫിനെ മക്കളെ എല്ലാം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇപ്പോൾ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ പിടിവിടുമല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും അങ്ങനെ ആ ഒരു മഴക്കാലത്ത് ആ ഒരു ബുദ്ധിമുട്ടില്ല. അതാണ് ദൈവം ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സന്തോഷം തരിക എന്ന് പറഞ്ഞാലേ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ കുടുംബം മൊത്തം അത് ഉൾക്കൊള്ളാനും അത് വേറെ ഒരു ലെവലിലേക്ക് ഒരു സന്തോഷത്തിലേക്ക് മാറാനൊക്കെ ഇടയായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പിള്ളേരും എല്ലാം ഞങ്ങൾ നിൽക്കുന്ന ഫീൽ വേറെയാണ്. ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസിസായിട്ട് ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്ന സമയം. ആ സമയത്ത് ഇത് വന്നപ്പോൾ അവർക്കും സങ്കടം വന്നു, എനിക്കും സങ്കടം വന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലേക്ക് പോയിട്ട് ഞാൻ ഡിസ്റ്റൻസ് വിളിച്ചിട്ട്, ചേട്ടാ എനിക്ക് കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട്, ഇല്ല ഷൈജു അങ്ങനെയൊന്നും വേണ്ട,
ഷൈജോക്ക് ഒരു പേയ്മെൻ്റ് ഉണ്ട്, അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും പറഞ്ഞു. അതിൽ കൂടുതൽ എനിക്ക് തന്നു എന്നുള്ളതാണ് ഈ രജപുത്ര രഞ്ജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഡ്യൂസർ സാറ് നമുക്കത് കൃത്യമായി, ഞാൻ പറഞ്ഞ പേയ്മെൻറ്റ് എന്താണോ അതിൽ കൂടുതൽ പേയ്മെൻറ്റ് എന്ന്. ഇപ്പം ഞാൻ പേയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു വന്നതല്ല, അങ്ങനെ ഒരു പടത്തിലേക്ക് വിളിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു നമ്മുടെ ഒരു പ്രശ്നവും അതിലുപരി നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളോ ഞാൻ പറഞ്ഞത്. അത് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് ഒരു കൺട്രോളറായ അദ്ദേഹം അത് എന്നെപ്പോലെ ഒരു കലാകാരൻ ഇങ്ങനെയൊക്കെ പറയാം, അവനിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ അവർക്കറിയാം ലാൽ സാറിൻ്റെ പടമാണ്, അപ്പോൾ അതിലേക്കൊക്കെ വിളിച്ചപ്പോഴത്തേക്കും പേയ്മെൻറ്റ് ചോദിക്കുവാണോ എന്ന് പറഞ്ഞ് എന്നെപ്പോലെ ഒരാൾക്ക് വേണേൽ കട്ടാക്കി പോവാം, എന്നെയൊക്കെ ഒഴിവാക്കാം. എന്നിട്ട് വേറെ ഇഷ്ടം പോലെ ഇപ്പോൾ അലീക്ക പറഞ്ഞ പോലെ വേറെ ആൾക്കാരും നിൽപ്പുണ്ടല്ലോ. പക്ഷെ എന്നിട്ടും തരുൺ സാറും രഞ്ജിത്ത് സാറും നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഇത് നമുക്കിങ്ങനെ ഒരു വേഷം തരാം. അതാണ് അവർ താടിയൊക്കെ വളർത്തിക്കൊള്ളാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത്. പക്ഷെ അവിടെ ഷെജു പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ആലോചിക്കാതെ, ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, സാമ്പത്തിക ക്രൈസിസ് എന്ന് പറഞ്ഞാൽ വലിയ സാധനമാണ്. നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. നല്ല രീതിക്ക് മോശമായ സാഹചര്യത്തിൽ ജീവിച്ചിട്ടുണ്ട്, വീണ്ടും നല്ല രീതിക്ക് വീണ്ടും മോശമായ സാഹചര്യത്തിൽ പോകുമ്പോഴാണ് നമ്മൾ തകർന്നു പോകും. നമുക്ക് കുടുംബമാണല്ലോ ഏറ്റവും വലുത്. നമ്മൾ കുട്ടികൾക്ക് അന്ന് ഏറ്റവും നല്ല ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്ത കാലഘട്ടത്തിൽ നിന്ന് പിന്നെ ആ ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ആ രീതിയിലേക്കുള്ള അവസ്ഥയിൽ ഇന്നിപ്പോൾ ചോദിച്ചപ്പം ഇങ്ങനെ പറഞ്ഞെങ്കിലുണ്ടല്ലോ, അത് അവർ ഉൾക്കൊണ്ടു എന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ, അതാണ് ഡിക്സൺ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അങ്ങനെ പറയാനുള്ള, അങ്ങനെ ചിന്തിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരും മലയാള സിനിമയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരു ചെറിയ കുടുംബം മൊത്തം മനസ്സിലാക്കി. അപ്പം നമ്മളെ പ്രാർത്ഥനകളിലും ഒക്കെ നമ്മളത് ഓർക്കുമല്ലോ. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പം ഇക്ക പറഞ്ഞ പോലെ കൂടിയ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് അവിടെ നിന്നുള്ള ഈ കുറഞ്ഞ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴുള്ള വിഷമങ്ങളല്ല. നമ്മളെപ്പോഴും ആവറേജ് ബിസ്ക്കറ്റിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം അതുപോലും മേടിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അതിനകത്ത് നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് വരുന്നൊരു വിഷമമുണ്ടല്ലോ. ആ വിഷമമാണ് നമുക്ക് വലിയൊരു വിഷമം. അങ്ങനെ ആ കോള് വന്നു, പിന്നെ അങ്ങ് പോയി ലൊക്കേഷനിലെത്തി. പിന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ആ സെറ്റുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടുവാണല്ലോ. ഈ ലാലേട്ടൻ്റെ കൂടെ ആ സിനിമ കണ്ടവർക്കറിയാം. പക്ഷെ ആ പോസ്റ്റർ വന്നുകൊണ്ട് ആ സീൻ എനിക്ക് പറയാം, വേറെ സീൻ പറയാൻ പറ്റില്ല. അതെ, ആ ബൈക്കില് ലാലേട്ടൻ്റെ ഒപ്പം ഇരിക്കുമ്പം മനസ്സിലുണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ലൊക്കേഷനിലെത്തിയിട്ട് ഈ തരുൺ സാർ എന്ന് പറഞ്ഞ ആളുടെ മുമ്പൊരു ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ദേശീയ അവാർഡ് വാങ്ങിച്ച സൗദി വെള്ളക്ക എന്ന് പറഞ്ഞ ചിത്രം. ആ പടത്തിലും എന്നെ കാസ്റ്റ് ചെയ്തപ്പം അത് പറയട്ടെ, ആ പടത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ മിമിക്രി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത്. ചേട്ടൻ തിരക്കിലാണോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, പറഞ്ഞു ഞാൻ തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ആളാണ്, ഓപ്പറേഷൻ ജാവ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാറേ എന്താണ്? അപ്പം പറഞ്ഞു ഇങ്ങനെ ചേട്ടാന്ന് വിളിച്ചു. ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞു. എന്നാലും എന്നോട് പറഞ്ഞു ഞാനൊരു പടം ചെയ്യുന്നുണ്ട് സൗദി വെള്ളയ്ക്ക്, അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനുമൊക്കെ ഇഷ്ടമാണ്, ചേട്ടൻ്റെ പ്രോഗ്രാമുകൾ കാണാറുണ്ട്. അപ്പോൾ ചേട്ടൻ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ്. ചേട്ടൻ ചെയ്യുമോ? അത് ഒരു സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയില്ലെങ്കിൽ ചിലപ്പോൾ കട്ടായി പോകട്ടോന്ന് ഓപ്പണായിട്ടൊക്കെ പറയുമോ, അങ്ങനെ പറയുക. മറ്റുള്ളത് പറയൂല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല സാർ, കട്ടായാലും കുഴപ്പമില്ല, കട്ടാവാ ഞാൻ മാക്സിമം നന്നായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പടം ഇതെല്ലാം കഴിഞ്ഞിട്ട് സാറിനോട് പറഞ്ഞു അത് കട്ടായിട്ടില്ല ചേട്ടാ, അതുണ്ടെന്ന് പറഞ്ഞു. സൗദി വെള്ളയ്ക്ക് അതിനകത്തൊരു ആനയ്ക്ക് ബിരിയാണി കൊടുക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ഞാൻ അത് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സാറിൻ്റെ ഈ പടത്തിൽ ഞാൻ വന്നത്. അപ്പോൾ സാറിനെക്കുറിച്ച് എനിക്ക് അറിയാം. അപ്പോൾ സാറ് വന്നപ്പോൾ തന്നെ ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ എന്താണ്. പിന്നെ ചേട്ടാ ലാൽ സാറിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്, ആ ടെൻഷനൊന്നും ചേട്ടന് വേണ്ട. അപ്പോൾ ചേട്ടൻ കൂളായിട്ട് ചേട്ടൻ ഞാൻ പറഞ്ഞു തന്നല്ലോ കഥ, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടുമില്ല. സാറ് പറഞ്ഞ എന്താണോ, തരുൺ സാറ് പറഞ്ഞെന്താണോ അതാണ് ഞാൻ ആ പടത്തിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ലാൽ സാറിൻ്റെ കൂടെയുള്ള സീനാണ് എടുക്കുന്നത് ഫസ്റ്റ്. അതിപ്പം എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ ആ ഇതെന്നെ മാറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ടെൻഷൻ വിട്ടത് ഒരു ഇതെടുത്തപ്പോൾ സാറ് തന്നെയാണ്, ലാൽ സാറും തരുൺ സാറും തന്നെയാണ്. പിന്നെ ക്യാമറ ഷാജികുമാർ സാറാണല്ലോ ക്യാമറ. സാറ് ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു. എവിടെ നിൽക്കണം, എങ്ങനെ നോക്കണം, എങ്ങോട്ടാണ് എന്നുള്ളതെല്ലാം സാറ് പറഞ്ഞു തന്നു. അയ്യോ അത് എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പേര് നിൽക്കുമ്പോൾ
രാജചേട്ടൻ, ഇവർ ഷാദിക്ക, ഇവരെല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോലെ ഒരു ആർട്ടിസ്റ്റിനെയും കറക്റ്റ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്ന് പോയാൽ ലേറ്റില്ല എന്നൊക്കെ പറഞ്ഞേ നിർത്തി കറക്റ്റായിട്ട് ചെയ്യിച്ച് അങ്ങനെയൊക്കെ ചെയ്യിച്ചു. പിന്നെ ലാൽ സാറാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവിടെ കയറിയപ്പോൾ വേറെ ഫീൽ ഇല്ലായിരുന്നത്. സാറാണെങ്കിലും കയറി എന്നിട്ട് പോട്ടെ എന്ന് പറയല്ലേ, വണ്ടി കയറി എന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രാവശ്യം തന്നെ അങ്ങ് ഓക്കെ ആയി. ഒരു പ്രാവശ്യത്തിൽ തന്നെ ഓക്കെ ആയി, പിന്നെ ഒന്നും വേണ്ടി വന്നില്ല. അതൊരു ഭാഗ്യമാണ്, അതൊരു വലിയ ഭാഗ്യമാണ്. അത് ഈ തരുമൂർത്തിയും ഇപ്പൊ പറഞ്ഞ പോലെ തരുമൂർത്തിയും ക്യാമറമാനും എല്ലാവരും കൂടെ പറയുവാണല്ലോ, ആദ്യം തന്നെ നമ്മുടെ ക്യാരക്ടർ ഇതാണ്, ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ. പക്ഷെ എങ്ങനെ പറയുമ്പോഴും ലാലേട്ടന് മുമ്പിൽ പോയിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. എങ്ങനെയാണേലും ഒന്നാമത്തെ കേസ് വേറെ കേസുണ്ട്. ഇപ്പം അടുത്ത് നിന്നൊരു ഡയലോഗ് പറയുവാണെങ്കിൽ നമ്മൾ തൊടുന്നില്ല, ഇത് ടച്ച് ചെയ്യുന്നില്ല, ഇതൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഈ സാറ് വന്നിട്ട് അവിടെ വേറെ സീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ചക്ക മുറിക്കുന്ന സീൻ, അങ്ങനെയുള്ള കുറേ സീനുകളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുക, ഈ ചെയ്യാച്ച എൻ്റെ വേഷത്തിൽ നിൽക്കുക. അവിടെ എന്നെപ്പോലെ തന്നെ വന്ന് നിൽക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഷൂട്ടിങ് കാണാൻ വന്ന ആൾക്കാരുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. ഞാൻ അതിനകത്ത് അവരിൽ നിന്ന് വേറൊരാളല്ല, ആ ലൊക്കേഷനിൽ കാണാൻ വന്ന ഒരാളെ പോലെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സാറിനോട് ഇങ്ങനെ തെൻ സാറ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് അത് ചെയ്യാച്ചൻ ചെയ്യുന്ന ആളതാണെന്ന് പറഞ്ഞു. സാറിപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സാറിൻ്റെ ചില നമ്മളെ പെട്ടെന്ന് നമ്മളിങ്ങനെ ആവുന്ന കുറേ ആക്ഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ സാറ് ചിരിക്കും, ഇങ്ങനെയൊക്കെ കാണിച്ചു, ഓക്കെ അല്ലേ എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മളും അങ്ങ് ഉണരുവാണല്ലോ. അങ്ങനെ വന്നപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഇത് മാറി, അങ്ങനെ അങ്ങ് ചെയ്തു. ആ ഒരു സീൻ കഴിഞ്ഞ് കഴിയുമ്പം സംസാരം ഉണ്ടാവില്ല ലാലേട്ടനുമായിട്ട്. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞൊരു സംസാരം ഓർക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സംസാരിച്ചത്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിങ്ങനെ ഇങ്ങനെ പോണ വഴിക്കേണ്ട തോളത്തിന് തട്ടിയിട്ട് നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഞാൻ ചുമ്മാ നിൽക്കുക, സാറിങ്ങനെ തോളത്തിന് തട്ടിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇർഷാദൊക്കെ രാജചേട്ടനൊക്കെ വന്നു. അപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു. രാജചേട്ടനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു, നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ നന്നായിട്ടുണ്ട്, കണ്ടു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ ഈ സാറും ഫ്രീ ആയിട്ടിരിക്കും, സാറ് ഫ്രീ ആയിട്ടിരിക്കും, സാറ് ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കും. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ സാറിനോട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സിംഗപ്പൂർ പോയൊരു പരിപാടിക്ക് പോയൊരു കഥയുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിനെ ഓർമ്മ ഉണ്ടെന്നറിയില്ല, പണ്ട് നമ്മളിങ്ങനെ സിംഗപ്പൂർ ഒരു പരിപാടിക്ക് പോയത് ഒരു അനുഭവം എനിക്കുണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞ് പോയി സാറ് എന്നെ ഇങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സാറിങ്ങനെ പറഞ്ഞു ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി. അവിടെ ചെന്നപ്പോൾ സാറിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനും സാറ് എനിക്ക് അവിടെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ സാറ് എന്നെ അത് ആയിരിക്കുന്ന കഴിച്ചോളാനൊക്കെ പറഞ്ഞത്. സിംഗപ്പൂരിൽ ചെന്നപ്പോൾ ആദ്യമായിട്ട് കൊല്ലുമ്പോൾ എനിക്കൊന്നും അറിയില്ല, സാറാണ് എന്നോട് അത് എടുത്തുള്ളൂ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ സാറ് ഓർക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് എന്നെ ഈ കോതമംഗലത്ത് വെച്ച് പോലീസ് പിടിച്ചൊരു കഥയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു. സാറിൻ്റെ അത് പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സാറ് ഉള്ളൂ അവിടെ, ബാക്കിയുള്ളവരെല്ലാം എന്തൊക്കെ പരിഭവം ഇങ്ങനെ നടത്തുന്നുകൊണ്ടിരിക്കുക. അത് എൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്, എൻ്റെ കൃഷ്ണക്കടയുടെ വീടായിട്ട് എൻ്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അത് ഡയറക്ടർ സാറിൻ്റെ മോനാണ്. അപ്പോൾ ആ സീൻ എടുക്കുന്ന സമയമാണ്, ആ പാട്ടിലുള്ള സീൻ എടുക്കുക. അപ്പോൾ സാറ് ചുമ്മാ ഫ്രീ ആയിട്ട് ഇരുന്നുകൊണ്ട് സാറിനോട് പറഞ്ഞു. സാറ് കുറേ നേരം കേട്ടിട്ടുണ്ട്. സാറ് ചിരിച്ച് കഴിഞ്ഞപ്പം സാറ് പിന്നെ ചിരിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഫ്രീ ആയി. എന്നിട്ട് സാറ് പിന്നീട് വന്ന സംഭവങ്ങളിലൊക്കെ നമ്മൾ ജോയിൻ്റായിട്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ സാറ് ലൊക്കേഷനിൽ വരുമ്പോഴൊക്കെ നമ്മളെ അത് നമ്മൾ ചെറിയ ആർട്ടിസ്റ്റ് എന്നാലും എവിടെ നിന്നാലും സാറൊന്ന് മൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു നോട്ടം മതിയല്ലോ നമുക്ക് സാറിൻ്റെ. സാർ എവിടെ നിന്നാലും നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമായിരിക്കും, ചിലപ്പോൾ നിൽക്കുമ്പോഴേക്കും സാറ് നമ്മളെ കാണുന്നില്ലോ നോട്ടായിരിക്കും. നമ്മളെ നിൽക്കുമ്പോഴേക്കും സാറിങ്ങനെ കടന്നു പോകുന്ന വഴിക്ക് ഒരു നോട്ടം നോക്കുക. അപ്പോഴേ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണരും, ആ ഒരു ഫീലിലേക്ക് വരും. അത് ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ. ആ സമയത്ത് സാറ് ഇങ്ങനെ ഡിക്സൺ ചേട്ടനും രഞ്ജിത്ത് സാറും തരുൺ സാറൊക്കെ വിളിച്ചിട്ട് ലാൽ സാറ് പറഞ്ഞു കഥയൊന്ന് പറയാൻ പറഞ്ഞെന്നെ. അന്ന് സാറിൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വേദി കെറ്റിയത് പറയിച്ചു മൊത്തം. അതങ്ങോട്ട് 10-20-25 മിനിറ്റ് തന്നെ കഥയാണ്. അത് മൊത്തം നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് പറയിച്ചു സാറ്. അതായത് തരുൺ സാറും രഞ്ജിത്ത് സാറും കൂടെ പറഞ്ഞിട്ട് അത് ലാൽ സാർ പറഞ്ഞു അവരോട് സൗണ്ട് പറഞ്ഞു കാണുമായിരിക്കും. അതായിരിക്കും അവരെന്നോട് പറഞ്ഞു. കാരണം ഞാൻ അവരോട് പറഞ്ഞല്ല, രഞ്ജിത്ത് സാർ എന്നോട് പറഞ്ഞായിരുന്നു. ലാൽ സാർ പറഞ്ഞു കേട്ടോ അത്.
അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാവുകയാണ് അല്ലേ? എത്ര സിനിമ ചെയ്താലും വലിയ ഹിറ്റടിക്കുന്ന സിനിമയുടെ ഭാഗമായി. അത് ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ട് ഒരു മണിക്കൂറിൽ 45,000 ടിക്കറ്റാണ് പോകുന്നത്. അത് ചരിത്ര സംഭവമാണ്. ആണല്ലേ? ചരിത്രം. ഒരു മണിക്കൂറിൽ പോകുന്ന 30,000 ആയിരുന്നു നേരത്തെ, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 30,000-40,000 ടിക്കറ്റ് ഒരു മണിക്കൂറിൽ പോകുന്നു. അതൊക്കെ അലിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. കാരണം നിങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതോട് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് ലാലേട്ടനോട് സംസാരിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് എനിക്കിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നതാണ് മോനെ എന്നാണ് എന്ന് പറഞ്ഞത്. സിനിമ എല്ലാം സംഭവിക്കുന്നതാണ്, ഇതാണോ ആഗ്രഹിച്ചു? അപ്പോൾ ഇങ്ങനത്തെ സിനിമയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ തിരിച്ചുകൊണ്ട് ഷൂട്ടിൻ്റെ സമയത്ത് നിന്നാണ് വിളിച്ചത്. അത് ഞാൻ തരിമൂർത്തിയെ വിളിച്ചിരുന്നു, ബിനുവിനെ വിളിച്ചിരുന്നു, ഇർഷാദിനെ വിളിച്ചിരുന്നു, ഇവരൊക്കെ ഞാൻ വിളിച്ചിരുന്നു. എല്ലാവരും വിളിച്ച് സംസാരിച്ച് അത്ര ഇഷ്ടപ്പെട്ടുണ്ട്. ആ സിനിമ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ കിരീടം കണ്ട് നമ്മുടെ മനസ്സ് ഒലഞ്ഞിട്ടുണ്ട് അല്ലേ? കിലുക്കം കണ്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഓരോ സിനിമ കണ്ടാൽ പറഞ്ഞത് കിലുക്കം കണ്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. സതയം കണ്ടിട്ട് നമ്മൾ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സതയത്തിൽ ഓരോ സിനിമ നമ്മൾ ചിന്തിക്കും, ഇതെന്താണെന്നുള്ളത് ചിന്തിപ്പിക്കും. തന്മാത്ര കഴിഞ്ഞിട്ട് നമ്മൾ കരയും ഇല്ലേ? അങ്ങനെ എത്ര ആറാം തമ്പുരാൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇതെല്ലാം കൂടെ കൂടിയൊരു സിനിമ, സിനിമയാണ് തുടരും. സിനിമ പറയാൻ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരുകൾ പറയാൻ വരും. പക്ഷേ ഈ സിനിമ എല്ലാം കൂടെ കൂടി ഒരു ഒറ്റ സിനിമയാക്കി തരുമൂർത്തി എന്ന സംവിധായകൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് തുടരും കൊണ്ടെത്താം. അതെ. ഞാൻ ഈ തരുൺ സാറിന് അത്രയും ബന്ധമുണ്ട്. നമ്മളെപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും കാര്യത്തിന് ഒരു സംശയം ചോദിച്ചാൽ പറയുന്ന ആളാണ്. നമ്മൾ കെട്ടിപ്പിടിച്ച് നിന്ന് വർത്തമാനം പറയുന്ന, ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള നല്ല ബന്ധത്തിൽ പോകുന്നതാണ്. പക്ഷെ ഇന്ന് ഈ പടം കണ്ടിറങ്ങിയിട്ട് ഞാൻ അദ്ദേഹത്തെ മാറി നിന്ന് നോക്കിയോ, എത്ര വിനയമായിട്ട്, എത്ര ഇതുമായിട്ട്, എത്ര കൂളായിട്ട്. അത് ലൊക്കേഷനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആക്ട് ചെയ്ത് കാണിക്കുവാണല്ലോ. എല്ലാവരെയും എന്താണ് സംഭവം എന്നുള്ള ആക്ട് ചെയ്ത് കാണിക്കുക. ഞങ്ങളെ കൂട്ടുകാരായിട്ട് ഉള്ള ആൾക്കാരില്ലേ, അവരെല്ലാം ഞങ്ങളാ നിൽക്കുന്നത് പോലും, ഞാനിപ്പോൾ ഇങ്ങനെ കഴിച്ച് നിൽക്കേണ്ട ആ നിൽക്കണ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, വരച്ച വച്ച പോലെ. അത്രത്തോളം ഈ ചിത്രം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ആ ചിത്രം ഇങ്ങനെ ആവാതിരിക്കൂ? ഞാൻ പറഞ്ഞ ഒരു സിനിമയുടെ ഒരു യാത്ര അപ്പം പോയില്ലേ? പിന്നെ കുറേ സിനിമകൾ പറഞ്ഞ 3-5 സിനിമ നമ്മൾ ഉദാഹരണം പറഞ്ഞോളൂ. അതിലെല്ലാം ഉണ്ടല്ലോ, ചിരിക്കുന്നു, ചിന്തിക്കുന്നു, കരയിപ്പിക്കുന്നു, എഴുന്നേറ്റ് കൈയടിക്കുന്നു. ഇതെല്ലാം ഒരു ഒറ്റ സിനിമയിൽ ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇതിനുള്ള ഭാഗ്യം എന്താണുള്ളത്? ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഷൈജു അടിമാലി എന്നൊരു വ്യക്തിക്ക് ഓസ്കാർ അവാർഡാണ്. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എനിക്കിത് വലിയൊരു, ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് ജീവിച്ചിട്ട് എനിക്കിനിയിപ്പം ആ 2 ഫോട്ടോ ഇല്ലേ, അതായത് ബൈക്കിൽ, അതെൻ്റെ കയ്യിലില്ല കേട്ടോ. അത് ലാലേട്ടനെ കയറ്റി വെച്ചിരുന്ന ഫോട്ടോയും ലാലേട്ടൻ്റെ പിന്നിലിരുന്ന ഫോട്ടോയും, ആ 2 ഫോട്ടോ മതി എനിക്ക് ജീവിക്കാൻ എന്നല്ല. ഞാനൊരു കലാകാരൻ ജീവിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ മക്കൾക്കാണേലും ഓർത്ത് പറയാൻ, ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷവും വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. അതിന് തരുൺ സാറിനോടും രഞ്ജിത്ത് സാറിനോടും തീരാത്ത നന്ദിയും കടപ്പാടും എൻ്റെ മനസ്സിൽ. ചിപ്പി ചേച്ചിയോടും പറയണം. പിന്നെ ചിപ്പി ചേച്ചി എപ്പോഴും ലൊക്കേഷനുണ്ട്. രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി, മോള് അവന്തിക, എല്ലാവരും ഉണ്ട്. അതിനകത്ത് അസോസിയേറ്റ് ആയിട്ടായിരുന്നു അല്ലേ? ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട്. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അത് പൂജ മുതൽ എല്ലാ കാര്യങ്ങൾക്കും വന്ന് ആളെന്തോ പഠിക്കുന്നതാണ്, എന്നാലും വന്ന എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്ത് തന്നെ പോകണം. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയൊരു യാത്രയായിരുന്നു അല്ലേ? ജീവിതത്തിൽ വലിയ യാത്രയായിരുന്നു. ഒരു മിമിക്രി കളിച്ച്, അടിമാലിയിൽ നിന്ന് മിമിക്രി കളിച്ച് പല സ്റ്റേജുകളിലും അമ്പലപ്പറമ്പുകളിലും അങ്ങനെ പള്ളിപ്പെരുന്നാളുകളൊക്കെ കളിച്ച് വളർന്നു വന്നൊരു കലാകാരൻ. ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ കഷ്ടപ്പാടുകളുടെ സമയത്തൊക്കെ എനിക്ക് കഴിയും, സ്വയം വിചാരിക്കുകയാണ്, എനിക്ക് കഴിയും, ഇതൊന്നുമല്ല, എനിക്ക് ഇനിയും പോകണം. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ പോയിരിക്കുമല്ലോ പറയുന്നത്, വൈഫിൻ്റെ അടുത്തായിരിക്കും പറയുക, ഇന്ന സ്ഥലത്ത് പോയി, അത് ഇത്ര പൈസ കിട്ടിയിട്ടുള്ളൂ, അവിടെ പരിപാടി കഴിഞ്ഞു, ഇനി അടുത്ത ദിവസം എങ്ങനെയാണ്, ഇങ്ങനെ യാത്രയാണ്, ഓരോ ദിവസം യാത്ര, ഇരിക്കൽ വില കുറവാണ്. ആ യാത്ര സമയത്തൊക്കെ വൈഫിൻ്റെ ഒരു സപ്പോർട്ട് അല്ലേ, കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട്,
അത് വലിയ സപ്പോർട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും ഒന്ന് നമ്മൾ ഇരുന്ന് പോകുമ്പോൾ വീട്ടിലെ പറയാൻ പറ്റുള്ളൂ, അതെ ഇവിടെ എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉള്ളൂ, ഇപ്പോൾ അതെ. നമ്മൾ അതനുസരിച്ച് ചിലവാക്കണം. അതെ അങ്ങനെയൊക്കെ പറഞ്ഞ സിറ്റുവേഷനിൽ വൈഫ് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടാവും, ഉപദേശം പോലെയും, അല്ലെങ്കിൽ നമുക്കൊരു മറ്റേ ശോഭന ലാലേട്ടനോട് പറയണ പോലെ കുറേ ഡയലോഗുകളുണ്ടല്ലോ, അങ്ങനെ ഒരു ഡയലോഗ് വീട്ടിൽ നിന്ന് പറഞ്ഞത് പുറത്തെടുക്കുകയാണ്. വീട്ടിൽ നിന്ന് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു കാര്യങ്ങളിലും അതായത് ഒന്നും ഗൈഡ് ചെയ്ത് പറയാൻ അറിയുന്ന ഒരാളല്ല. എൻ്റെ ഫീൽഡിനെ കുറിച്ച് പോലും വ്യക്തമായി, അതായത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറച്ചാൽ ഇങ്ങനെ ആവും, അങ്ങനെ ഒന്നും അറിയില്ലാത്ത ഒരാളാണ് ഒരു സാധാരണക്കാരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വിഷമത്തിൽ വിഷമിച്ച് കണ്ണ് നിറഞ്ഞിരിക്കാന്നല്ലാതെ വേറെ സംഭവങ്ങളില്ലാത്ത ഒരാളാണ്. പക്ഷേ നമുക്ക് തരുന്ന ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രാർത്ഥിക്കുക അച്ഛന്ന് പറയും, നമുക്ക് പ്രാർത്ഥിക്കുക അച്ഛന്ന് പറയും. അപ്പോൾ പ്രാർത്ഥനയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്, അത് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹമൊക്കെ ആയിരിക്കാം നമുക്ക് ഈ യാത്രയിലെല്ലാം നമുക്ക് കൂടെ ഉള്ളത്. ആ ഒരു പ്രാർത്ഥന പിന്നെ തീർച്ചയായിട്ടും വലിയ സംഭവമാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല നമുക്ക്. പിന്നെ എപ്പോഴും ഒരു ഒറ്റയ്ക്ക് നേടി വന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഷൈജു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയ്ക്കുള്ള യാത്രയാണ്. വിരലിലുണ്ടാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ, പക്ഷെ ഒന്ന് ഇരുന്ന് പോയപ്പോൾ ആരും ഉണ്ടായിട്ടില്ല എന്നും എനിക്കറിയാം. ഇരുന്നും പോയപ്പോൾ ഒരു ഫോൺ കോൾ പോലും വരാതെ, ഫോൺ പോലും ബെല്ലടിക്കാതെ ഇരുന്നിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഫോൺ ബെല്ലടിക്കുന്നില്ല, എന്നും ബെല്ലടിച്ചൊന്ന് ഫോൺ ഒന്ന് 2 ദിവസം ബെല്ലടിക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതും അനുഭവിച്ചിട്ടില്ലേ? അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ ഞാൻ അതിനകത്ത് പറയില്ല, എന്ന് വെച്ചാൽ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം നമുക്ക് പ്രതീക്ഷയുള്ള പലരും ഉണ്ടാവും. നമ്മളൊന്നും സഹായം ചെയ്തിട്ടുള്ള ആളുടെ നിന്ന് തിരിച്ച് സഹായം പ്രതീക്ഷിച്ചിട്ടല്ല, എന്നാലും നമ്മളെ സഹായിക്കാൻ കടമയുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാനൊക്കെ മടിയുള്ളതും, എന്നാൽ നിവൃത്തികേട് കൊണ്ട് അവരുടെ അടുത്ത് ചോദിച്ചാൽ പോലും അവർ കൈയൊഴിയുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നാളെ നമ്മൾ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുമ്പോഴാണല്ലോ അവർ പിന്നെ നമ്മളെ കൈയൊഴിയുന്നത്. പക്ഷെ അപ്പോഴും ചില കരങ്ങൾ നമുക്ക് സപ്പോർട്ടായിട്ട് വരും എന്ന് പറയണതിൽ, ഞാൻ എൻ്റെ ഈ കലാജീവിതത്തിൽ മിമിക്രി ആർട്ടിസ്റ്റുകളിൽ അല്ലെങ്കിൽ സിനിമ താരങ്ങളിൽ ഞാൻ മറക്കില്ലാത്ത ഒരാളാണ് ജാഫർ ഇടുക്കി. നമ്മുടെ വിഷമങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കാൻ, അത് ഞാൻ എന്ന കലാകാരൻ ഷൈജു അടിമാലി, മറ്റുള്ളവരോട് അദ്ദേഹം എങ്ങനെയാണോ എന്താണോ ഒന്നൊന്നും എനിക്കറിയില്ല, അതെനിക്ക് നോക്കേണ്ടതും കാര്യമില്ല. പക്ഷെ ഞാനെന്ന കലാകാരന് എന്തെങ്കിലും ഒരു വിഷമമോ കാര്യങ്ങളോ പറ്റിയാൽ എന്താടാ എന്ന് ചോദിക്കാനുള്ള ഒരു ഫോൺ കോൾ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചിട്ടുള്ള ഒരാൾ ജാഫർ ഇടുക്കിയാണ്. അത് പറഞ്ഞേ പറ്റൂ ജാഫർക്ക്. ബാക്കി അങ്ങനെ അനുഭവം ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഒറ്റയ്ക്ക് വന്നു എന്നുള്ള സംഭവം എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു കുഞ്ഞുനാൾ മുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എത്തണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഉണ്ടല്ലോ. കാരണം ഇപ്പോഴും ലാൽ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ള ഒരു സന്തോഷം, അത് ഒരു കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ്, ഒരു മിമിക്രി കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന. അത് ഞാൻ പറഞ്ഞ ഈ ഒന്നിച്ചുള്ള യാത്ര അതുവരെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എനിക്കും കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കലാകാരനല്ലേ. അതായത് സ്വസ്ഥമായിട്ട് ഉള്ളൊരു ലൈഫിനെ കുറിച്ച് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങോട്ടുള്ള യാത്ര ഇനി ഉണ്ടല്ലോ, അവിടെയും നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്ത് അവിടെ എത്തണം. അതിനൊരുപാട് പേരുടെ സഹായം, അതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ, വൈഫിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രാർത്ഥനയുടെ ഭാഗമായിട്ടായിരിക്കാം തരുൺ സാറിനെ പോലെ ആൾക്കാരും രഞ്ജിത്ത് സാറിനെ പോലെയുള്ള ആൾക്കാരും ഒക്കെ നമ്മളെ കാണുന്നത്. ഒറ്റയ്ക്ക് ഒത്തിരി റൂമൊക്കെ അടച്ചിട്ട് കരഞ്ഞിട്ടുണ്ടാവുമല്ലോ, സങ്കടങ്ങൾ, വൈഫിനെ പോലും കുടുംബത്തെ പോലും അറിയിക്കാതെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ. അതൊക്കെ എല്ലാവർക്കും വരില്ലേ, എല്ലാവർക്കും വരും എല്ലാവരും. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല. വേദനകളും വിഷമങ്ങളും ഇല്ലാത്ത ആൾക്കാരുണ്ടോ? അതിനെയൊക്കെ ഓവർകം ചെയ്ത് പോകാന്നുള്ളതാണ്. പക്ഷെ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളുണ്ടാവും. പക്ഷേ അപ്പോഴും നമുക്ക് കുറേ സന്തോഷങ്ങൾ തരുന്ന കുറേ കാര്യങ്ങളുണ്ടാവുക ജീവിതത്തിലേ. അത്തരം വിഷമങ്ങളിൽ നിൽക്കുമ്പോഴാണല്ലോ, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും വലിയൊരു വിഷമങ്ങളിൽ നിൽക്കുമ്പോഴാണ് ലാൽ സാറിൻ്റെ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിൽ നിന്നാണ് നമ്മളെ ലാൽ സാറിൻ്റെ പടത്തിലേക്ക് വിളിക്കുന്നത്. അതും ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. ഈ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്
ജീവിതത്തിൽ പല വീഴ്ചകൾ സമയമുണ്ടല്ലേ? നമ്മുടെ യാത്രയിൽ പല വീഴ്ചകളും, വലിയ കുഴിയിൽ ചാടി ചെറിയ കുഴിയിൽ ചാടിയിട്ടുണ്ട്. അത്രയും വലിയ കുഴിയിൽ ചാടിയപ്പോൾ കൈ പിടിച്ചു എന്ന് പറയുമ്പോൾ ജാഫർ ഇടുക്കിയുടെ പേര് പറഞ്ഞു. എന്തായാലും ജാഫർ ഇടുക്കിയുടെ നമ്മളൊരു കോള് മതി, ഒരു ഫോൺ കോൾ വരെ നമുക്ക് എനർജി ഉണ്ടാകാം. അങ്ങനെ വലിയ എന്നാടാ നമുക്ക് ചോദിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. ആ വലിയ കുഴിയിൽ കിടക്കുമ്പോൾ ഉള്ളാവുന്ന ഒരു വേദന വേറെയാ അല്ലേ? അത് എത്ര ചിന്തിച്ചാലും നമുക്ക് വലിയ കുഴിയിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. കയറണമെങ്കിൽ പിന്നെ വലിയ അധ്വാനം വേണം. അപ്പോൾ വൈഫിന്റെ പ്രാർത്ഥനയും കുട്ടികളെ ചേർത്ത് പിടിച്ചുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കരകയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പൊക്കും, ആ കുഴിയിൽ നമ്മൾ പൊക്കിയെടുക്കും. പക്ഷെ ആ കുഴിയിൽ കിടന്നിട്ട് എപ്പോഴെങ്കിലും എനിക്കിനിയൊന്നും വേണ്ട, യാത്ര അങ്ങ് മുന്നോട്ട് പോകണി, ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ രണ്ടറ്റം കൂട്ടും പിന്നെയും പാടുപെടണമെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ഇല്ലേക്കാ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മൾ ജന്മം കൊടുത്ത നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, അവരെയൊക്കെ അവരെയൊക്കെ ഉള്ളപ്പോൾ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ തന്നെയല്ല, ഞാനീ പറഞ്ഞല്ലോ, വേദനകളും വിഷമങ്ങളും എല്ലാം എല്ലാവർക്കും വരും. നമ്മളെക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുമ്പേ വന്ന ഒത്തിരി കലാകാരന്മാരുണ്ട്, എനിക്ക് ശേഷം വന്നവരുണ്ട്, എൻ്റെ ഒപ്പം സഞ്ചരിച്ചവരുണ്ട്. എന്നിട്ടും എന്നെ ഇപ്പോഴും ദൈവം നടത്തുന്നുണ്ടല്ലോ. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. തടസ്സങ്ങളില്ലാതെ പോകുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഒരു ചാനൽ പ്രോഗ്രാമുകൾ മൊത്തത്തിൽ നിലച്ച് പോയിട്ട് കോവിഡ് വന്ന് എല്ലാം നിന്ന് പോയ സമയത്തും ചെറിയ ചാനൽ പരിപാടികളും ചെറിയ ചെറിയ സംഭവങ്ങളുമായിട്ട് അപ്പോഴും ഞാനുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോഴും ഓരോ ചാനലിൻ്റെ പരിപാടി വരുമ്പോഴും നമ്മളതിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അതിന് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സാണേലും, നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസേഴ്സാണേലും, ചാനൽ പ്രവർത്തകർ, അതിൻ്റെ കോർഡിനേറ്റേഴ്സ്, പിന്നെ അതിൻ്റെ എഴുത്തുകാർ. ഞാനും എഴുത്തുകാരനാണ്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ തന്നെ എഴുതുന്നുണ്ട്. ബാക്കിയുള്ള എഴുത്തുകാരും മറ്റുള്ള കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്ത്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. അങ്ങനെ പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷമങ്ങളും നമുക്ക് തരണം ചെയ്യാവുന്നതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. വേറൊരു കാര്യമാണ് ഈ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ആ ചെറിയ ചെറിയ പരിപാടികളായിട്ടും വലിയ പരിപാടികൾ പോകുന്നുണ്ട്. പ്രേക്ഷകർ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പുതിയ പുതിയ ഏത് പരിപാടി വന്നാലും ഒരു ഷൈജു അടിമാലി എന്ന ഷൈജു അടിമാലിയുടെ പേര് അവരെ മനസ്സിലേക്ക് വന്നു. ഷൈജു വേണം. ആ പ്രോഗ്രാം പ്രൊഡ്യൂസറിന്റെ മനസ്സ് വരെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷകർ? നമ്മൾ ചെയ്താൽ അത് ഏൽക്കും. അത് എന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കൂടുതലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴും ബസ്സിൽ പോയി ഇറങ്ങുമ്പോഴും ബസ്സിൽ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ തുടരിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന സമയത്തും ബസ്സിലിരിക്കുന്ന ആളെ നോക്കിയിട്ട് ആദ്യം ഒന്ന് നോക്കി, രണ്ടാമത് തന്നെ ഒന്ന് നോക്കി, പിന്നെ നോക്കിയിട്ട് ചേട്ടൻ കോമഡിയിലൊക്കെ ഉള്ളല്ലേ, അങ്ങനെ അവർക്കൊക്കെ മനസ്സിലാതാണല്ലോ അവർക്ക് കോമഡി. അപ്പം തന്നെ അവരെ മനസ്സിലാവുന്ന ഒന്ന് നോക്കിയത് അവർ പിന്നെ ഞാനാണോ എന്ന് ചിലപ്പോൾ ഒന്ന് ഇതായിട്ട് പിന്നെയും ഇയാൾ തന്നെ അങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ചോദിക്കണേ. അപ്പോൾ നമ്മൾ പറയാം അതേട്ടാ പറയും ആണോ. ചിലർ അങ്ങനെ അങ്ങ് ഇരിക്കും. ചിലർ അവിടെ ഇരുന്നിട്ട് പറയും നമുക്കൊരു ഫോട്ടോ എടുത്താലോ. ഞങ്ങൾ തന്നെ ബസ്സിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ അപ്പം നമ്മൾ കയറിയിരിക്കുന്ന എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ആ ബസ്സിലിരുന്ന് നമ്മൾ ആ കൂടെ ഇരിക്കുന്ന ആളുമായിട്ട് വർത്താനം പറഞ്ഞ് പോകുമ്പോൾ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മറ്റേ ആ സ്കിറ്റ് ഇനി മറ്റേത് ഒരു ഇച്ചിരിയോടെ ഒന്ന് നന്നാക്കാറുണ്ട്, മറ്റേ കുറേ അഭിപ്രായങ്ങൾ പറയുമല്ലോ. ആ അഭിപ്രായങ്ങളൊക്കെ കേട്ട് നമ്മൾ എത്തേണ്ട സ്ഥലം എത്തുകയും ചെയ്യും. ഇറങ്ങുമ്പോഴത്തേക്കും ആ നമ്പർ തന്നെ പോകും വിളിച്ചിട്ട്. ഞാൻ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് വീട്ടിലെത്തി കേട്ടോ, അപ്പോൾ പരിപാടിയൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞ് വിളിക്കും. അപ്പോൾ അത്രയും നേരം ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഓർത്തില്ല. വടം വരെ എത്തുന്നവരെ അവരോട് ഭയങ്കര സന്തോഷമായിട്ട് പോയി. നമ്മളിവിടുന്ന് വണ്ടി പലപ്പോഴും വെളുപ്പിന് ഇവിടെ ഷൂട്ടിന് കാര്യങ്ങളൊക്കെ വരേണ്ടത് കൊണ്ട് തുടരും സിനിമയുടെ ഷൂട്ടിന്, ഇനി വേറെ ഒന്നും പറയണ്ട, തുടരും സിനിമയുടെ ഷൂട്ടിന് എനിക്ക് രാവിലെ 6 മണിയാകുമ്പോൾ ലൊക്കേഷൻ എത്തണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകണമെങ്കിൽ ഒരു 5 മണിക്ക് പോകുന്നെങ്കിലാണ് 1 മണിക്കൂർ ഉണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ ഞാൻ അടിമാലി വന്ന് നിൽക്കുക. അപ്പം ചെറിയ ചാറ്റമഴയുണ്ട്, കൂടെയില്ല കയ്യിൽ. അപ്പം ഇങ്ങനെ ചാറ്റമഴ വന്നപ്പോൾ അവിടെ നിൽക്കാനായിട്ട് വേറെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ആലുവ എറണാകുളം റൂട്ടിലേക്കുള്ളതിൽ ബസ് സ്റ്റോപ്പോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഒരെണ്ണമുണ്ട്. പക്ഷെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ പിന്നെ അവിടെ നനഞ്ഞു വരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കടുങ്കാപ്പി കടകളുണ്ട്. അവിടെ കടുങ്കാപ്പി കുടിച്ചിട്ട് ഒരു 2 പേരിങ്ങനെ പോവുക. അപ്പോൾ അവരിങ്ങനെ പോയപ്പോഴത്തേക്കും
ചേട്ടൻ പോകുമ്പോൾ കോമഡി പരിപാടി എങ്ങോട്ട് പോകുന്നു? ഞാൻ തൊടുപുഴയ്ക്ക് പോകും. പോകണ്ടോ? പോരാ. നമ്മൾ ഇതാ എന്ത് പിക്കപ്പാ. അതിനെന്നാ എന്നാ വാ ചേട്ടൻ വരുമോ? ഞാൻ പിന്നെ വരില്ല, എനിക്ക് അവിടെ എത്തണ്ട എത്രയും വേഗം. എന്നാ വാ എന്ന് പറഞ്ഞ് പിക്കപ്പ് കയറ്റി അനീഷ് എന്ന് പറഞ്ഞ രാജകുമാരിലുള്ള ഒരു ലോഡ് എടുക്കാൻ പോവുക. അപ്പോൾ രാജകുമാരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള, അപ്പോൾ അവനും കൂടെ ഒരാളോടുണ്ട്. അവരപ്പം തന്നെ പിക്കപ്പിൽ കയറ്റി ഞാൻ പിക്കപ്പിൽ വരുന്ന നേരെ ആ ഒരു ലൊക്കേഷനിൽ ആ കോടതി ചിത്രീകരിക്കുന്നത് തൊടുപുഴ ഉള്ള ആളെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വണ്ടി എടുത്തി ലൊക്കേഷനിൽ വിട്ട് ഞാൻ പറഞ്ഞത് ശരി എന്നാൽ ഞാൻ കൊണ്ടുവന്നു. ഓക്കെ ഏട്ടാ പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ പിന്നെ രാത്രി ഒരു ഇതൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അനീഷ് കേട്ടാൽ അനീഷിന് അറിയാലോ സത്യം. നമ്മൾ പറയുന്ന ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഒരു സുഖത്തിന് വേണ്ടി പറഞ്ഞ സംഭവം ഇത് കേൾക്കുന്ന അനീഷ് എന്ന് പറഞ്ഞല്ലോ. ഈ അനീഷിനറിയാം ഞാൻ പറഞ്ഞ സത്യമാണെന്നുള്ളത്. പിറ്റേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അനീഷ് വിളിച്ചു, ചേട്ടാ നാളെ പോകുന്നുണ്ടോ ഞങ്ങൾ താഴത്തേക്ക് വല്ലതും ഉണ്ടോ? അത് നമ്മുടെ ഹൈ റേഞ്ചുകാരുടെ ഒരു സപ്പോർട്ട് മൈൻഡാണ്. അത് ഞങ്ങളുടെ ഇടുക്കി ജില്ലക്കാരുടെ സപ്പോർട്ട് മൈൻഡാണ്. പുള്ളിക്ക് ഇനി അങ്ങനെ പോകേണ്ട, പുള്ളിക്ക് വണ്ടിയില്ല, പുള്ളി അങ്ങനെ പോകേണ്ട വന്നാലോ ഒന്ന് വിളിച്ചേക്കാം എന്ന് പറയില്ലേ. നമുക്കൊരു കൂട്ടുകായി എന്നിട്ട് വർത്തമാനം പറഞ്ഞു പോകാന്നുള്ള സംഭവം അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ നമ്മുടെ ഒരു ഭയങ്കരമായിട്ട് നമ്മളെ മാറ്റി. അനീഷിനോട് വരുമ്പോഴാണ് മോഹൻലാലിന്റെ പടത്തിൽ അഭിനയിക്കുന്ന കാര്യമൊക്കെ പറയണത്. അതെ, ലാലേട്ടന്റെ പടത്തിലാണ്. അതെ അല്ലേ? ആ വേറെ ഈ ഞാൻ മനോരമയുടെ പ്രോഗ്രാമിൻ്റെ ഗ്രൂമിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം വെളുപ്പിന് വരാൻ നിൽക്കുമ്പം ഇതുപോലെ തന്നെ ഒരു ലോറിയാണ്, ഫുള്ള് ലോഡായിട്ട് അവർ ഇവിടെ നിന്ന് പോരുക. എന്നിട്ട് ഈ നെടുങ്കണ്ട ഭാഗത്തുനിന്ന് അവിടെ നിന്ന് കണ്ടാ വന്നെ. എന്നിട്ട് അതിനകത്ത് വന്ന് അവരെന്നോട് ചോദിച്ചു, ചേട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലോറിയുടെ ഉള്ളിൽ കയറിയിരുന്നു. അന്നാണ് ഞാൻ ലോറിക്കകത്ത് കയറിയിട്ട് ഇത്ര ലോങ് യാത്ര ചെയ്യുന്നത്. അവരിവിടെ കൊണ്ട് നിർത്തിയിട്ട് തന്നെ ഈ നമ്മുടെ മനോരമയുടെ അവിടെ നമ്മൾ താമസിക്കുന്ന അരൂരിനിപ്പുറം നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിർത്തി അവരിറങ്ങി പോയി. ഇടയ്ക്ക് വന്നപ്പോൾ ഒരു ചായ ഇടയ്ക്ക് നിർത്തി ചായ വാങ്ങിച്ചു തന്നു എനിക്ക്. അതൊക്കെ വലിയ സന്തോഷമല്ലേ? അതാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. അതാണ് പറഞ്ഞത്, പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നത്. അതാ പറഞ്ഞത്, അവിടെ വേറെ എന്തോരം പേര് ഇപ്പം ഉണ്ടാവും. നമ്മളൊരു കലാകാരനായതുകൊണ്ടാണ് നമുക്ക് ആ പരിഗണന കിട്ടിയത്, അവർക്ക് തോന്നിയതും അങ്ങനെ അങ്ങനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ആ ഒരു ഇഷ്ടം നിൽക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വിളിച്ചവരുണ്ടാവുമല്ലോ അല്ലേ? ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടാവും. ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതൊന്ന് ഓർത്തെടുത്തേ, ആ സിറ്റുവേഷൻ സിനിമ കണ്ടിട്ട് വിളിച്ചവരുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്തെടുത്തേ. സിനിമ കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചു. പക്ഷെ നമ്മൾ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച കുറച്ച് പേര് വിളിച്ചില്ല. അത് നമ്മൾ പരിഭവമല്ല, അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം വിളിക്കാത്തത്. പക്ഷേ ഈ പടം എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് വിളിക്കാത്ത ഭയങ്കര ചങ്സ് ഫ്രണ്ട്സുണ്ട്. ഈ സിനിമ മോഹൻലാൽ പടം പുള്ളിക്ക് കിട്ടിയിടവി എന്നറിഞ്ഞിട്ട് വിളിക്കാത്തവരുണ്ട്, ഇതുവരെ വിളിക്കാത്തവർ. ഇനി പടം ഇറങ്ങി ഈ സമയം വിളിക്കാത്തവർ. പക്ഷെ ഞാനും ഇതായിട്ട് പറയുകയല്ല കേട്ടോ, അവരുടെയൊക്കെ ചിത്രം ഇറങ്ങിയ സമയത്ത് ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ചാനൽ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ മൈൻഡല്ലേ. അവർ വിളിച്ചില്ല, അത് അവരുടെ മൈൻഡ്. വിളിച്ചവരെല്ലാം നല്ല എനിക്ക് വിളിക്കാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. വിളിച്ചവരെല്ലാം നല്ല റെസ്പോൺസ് പറയുന്നുണ്ട്. വിളിച്ച് പടം ഇത്ര മണിക്കൂറിലായിട്ടുള്ളൂ, പടം കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിനകത്ത് എൻ്റെ ക്യാരക്ടർ ഉപയോഗിച്ചില്ലേ, പണ്ട് തിയേറ്ററിൽ നിന്ന് നമ്മൾ പ്രേക്ഷകനെ പോലെ പടം കാണുക ഇത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇക്കാക്ക് ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇക്കാക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ലാൽ സാറിനെ വിളിച്ചു, ലാൽ സാർ അവിടുന്ന് മറുപടി കിട്ടു. വീണ്ടും ലാൽ സാർ ഇറങ്ങിയിട്ട് അത് അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ഫോൺ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് സാറ് വീണ്ടും വിളിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ. അതുപോലെ ഒത്തിരി പേര് എന്നെ വിളിച്ചു. സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഈ ചിത്രം ധൈര്യപൂർവ്വം കാണാൻ നമുക്ക് പറയാം അല്ലേ? 100% പറയാം. ആരോടാണേലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടുംബസമേതം പോയി ചിത്രം കാണാമെന്ന് പറയാം. അല്ല, നമ്മൾ കുറേ സിനിമയുടെ ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞത്. എല്ലാം ഉണ്ട്. അപ്പോൾ കുടുംബത്തിന് കാണാം, പിള്ളേർക്ക് കാണാം, ഫാമിലിയായിട്ട് തന്നെ കാണേണ്ട. നമ്മൾ ദൃശ്യമൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ വേറൊരു രീതി. അങ്ങനെയൊക്കെ സിനിമയുടെ യാത്ര ഏതൊക്കെ രീതിക്കാണ് സിനിമ കൊണ്ട് വെച്ചിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോകൾ കൂടുതൽ ചെയ്തത് അത് വിദേശ രാജ്യങ്ങളിലാണ് പോയിരിക്കുന്നത് അല്ലേ?
ഒത്തിരി അമേരിക്കൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. സിംഗപ്പൂർ, അമേരിക്ക, യൂറോപ്യൻ എല്ലാ സ്ഥലങ്ങളും, ഇനി പോകാത്ത സ്ഥലമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഒരു ഭാഗ്യം ലഭിച്ച ആളാണ്. അതെ അതെ. അവിടെയൊക്കെ ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ട്, എല്ലാം റിലീസായിരുന്നല്ലോ. പിന്നെ അത് ഇപ്പം മസ്കറ്റിൽ നിന്ന് ജോ, അതുപോലെ അമേരിക്കയിൽ നിന്ന്, അങ്ങനെ അമേരിക്കയിൽ നമ്മളെ കൊണ്ടുപോയ സ്പോൺസർ അവർ ശാന്താനിന്നൊക്കെ പറഞ്ഞ ഒരു അവിടെയാണ് സുഖു ശാന്ത എന്നൊക്കെ പറഞ്ഞിട്ട്, അവരെല്ലാം എനിക്ക് ഇതിട്ടുകൊണ്ടിരിക്കുക, മെസ്സേജസ് ഇട്ടുകൊണ്ടിരിക്കുക. അത് അവിടെ എല്ലാവരും തന്നെ എനിക്ക് ഇതിട്ടുകൊണ്ടിരിക്കുക, അവിടെ കാണുന്നുണ്ടെന്നുള്ളത് തന്നെയല്ല. ഇത് ഇത്രയും വേൾഡ് വൈഡ് റിലീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ എന്നെ സംബന്ധിച്ചാണ് പറയുന്നത്. എനിക്കതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ അവരൊക്കെ കാണുമായിരിക്കുമോ, ഇത് കാണുമോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ വാട്സപ്പിൽ അവരുടെ മെസ്സേജ് വരുന്നത്. അതൊക്കെ നമുക്ക് സന്തോഷമല്ലേ, എന്നാ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇതിലുള്ള സന്തോഷമാണ്. ഈ വേറൊരു കേസുണ്ട്, ബുക്ക് മൈ ഷോയിൽ മെയിൻ ആർട്ടിസ്റ്റുകളുടെ പടത്തിനോടൊപ്പം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ചിയാച്ചൻ ഷൈജോടി മാറ്റി എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ മക്കളെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ടേ, ഇങ്ങനെ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് അതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇട്ട് തന്നത്. അത് ഞാൻ ചോദിച്ചു ഇത് എവിടത്തെയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഈ പോസ്റ്ററൊക്കെ ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇത് ബുക്ക് മൈ ഷോയിൽ വന്നാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരോട് പറഞ്ഞു. അപ്പം ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയപ്പം 5-6 പേരുടെ കൂടെ മെയിൻ ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മുടെ പടം വരികയെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാനിതിനകത്ത് എന്നാ പറയാനാ, എനിക്കതുപോലെ ഒരു സന്തോഷമുണ്ടോ. ഇപ്പോഴും നമ്മൾ പറയുമ്പം അയ്യോ അയാൾക്കൊരു വേഷം തന്നിട്ട് ഡയറക്ടർ പറയുന്നതാണ് അങ്ങനെയാണെന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടൊക്കെ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് എനിക്കൊരു എനർജി, ആ ഒരു ടൈമിൽ നിന്ന് എനിക്കൊരു എനർജി തന്നത് ഈ ഒരു ചിത്രം. ഇതിലെ വേഷത്തെക്കാളുപരി എനിക്ക് ഭയങ്കര മാനസിക പവർ എനിക്കും എൻ്റെ കുടുംബത്തിന് തന്നൊരു ചിത്രം കൂടിയാണിത്. അപ്പോൾ എത്രത്തോളം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നിൽക്കാമെന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ദൈവമേ പ്രാർത്ഥനകളൊന്നും പാഴായില്ലല്ലോ എന്ന്. എന്താണേലും തിയേറ്ററിൽ എഴുന്നേറ്റ് കൈ അടിച്ച് കരഞ്ഞാൽ പോകുന്നത്. എന്നാ പറയണേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോൾ കലാകാരന് കിട്ടുന്ന ഒക്കെ പറഞ്ഞ പോലെ ഒരു ഓസ്കാർ അവാർഡാണ് ഈ ചിത്രം. അതിന് മേളിലേക്കൊന്നുമില്ല. ഇനി വേഷങ്ങളും ഇതൊക്കെ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അതൊക്കെ ഇതെനിക്ക് വലിയൊരു അഭിമാനം, അംഗീകാരമാണ് തരുൺ സാറും രഞ്ജിത്ത് സാറും എനിക്ക് തന്നത്. തുടർന്നുകൊണ്ടേയിരിക്കും ഷൈജുവിൻ്റെ ജീവിതത്തിൽ കേട്ടോ. ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. തുടരട്ടേക്കാം. നല്ല വേഷങ്ങൾ ഇനിയും കിട്ടും. കിട്ടട്ടേക്കാം അല്ലേ? വിളിച്ചവരോടും വിളിക്കാത്തവരും പരിഭവമില്ല. ഇല്ല. അതാണ്, വിളിച്ചവരോടും വിളിക്കാത്തവരോടും നമുക്ക് പരിഭവമില്ല. മനസ്സിലുള്ള ഒരു വേദന ആരോടും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നല്ലാതെ വിളിച്ചവരുമുണ്ട്, വിളിക്കാത്തവരുമുണ്ട്, സ്നേഹിച്ചവരുമുണ്ട്, സ്നേഹിക്കാത്തവരുമുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഷൈജു അടിമാലി എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ വിളിക്കാത്തവരും നാളെ ജീവിതത്തിൽ എനിക്ക് വേണം, ഈ വിളിച്ചവരും അതൊക്കെ പറഞ്ഞ് കറക്റ്റാണ്. അത് അവരെല്ലാം എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് പരിഭവമായിട്ടില്ല. വീണ്ടും അവരോട് തോട് ചേർന്ന് തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ഫലം കാണും. നമ്മൾ എന്തോരം യാത്ര ചെയ്തെങ്കിൽ എനിക്കിപ്പോഴും പെട്ടെന്ന് ഇപ്പോൾ വിളിക്കാൻ നമ്മുടെ വാൾപ്പാറയിലേക്കുള്ള യാത്ര മാത്രം നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ മതി അല്ലേ? അയ്യോ, ഞാനും നമ്മളെയൊക്കെ വിട്ട് വരുന്ന നമ്മുടെ ബെന്നി, നമ്മുടെ ബെന്നി ചേട്ടൻ എന്ന് വിളിക്കുന്ന ബെന്നി, ക്യാമറ ബെന്നി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബെന്നി, പിന്നെ സലീം കൈപ്പാടം, നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ? സലീം കൈപ്പാടം, നമ്മളൊരു വണ്ണപ്പുറത്ത് സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുന്നു. വാൽപ്പാറയിൽ ഒരു പ്രോഗ്രാം, അത് എത്ര മണിക്കാ വാൽപ്പാറ എങ്ങനെയൊക്കെ അവിടെ അത് ഓർത്ത് ഞാൻ വരാൻ കാരണം ലാലേട്ടൻ്റെ വണ്ടി പോലെ ഒരു അംബാസഡറിൽ നമ്മൾ പോവല്ലേ. പിന്നെ എന്ത് യാത്രയായിരുന്നു അറിയോ? സലീംക്കല്ലേ വണ്ടി ഓടിച്ചത്? അലീക്കായും സലീക്കായും ഓടിച്ചത്. ബെന്നി ഓടിക്കില്ല. എന്ത് യാത്രയായിരുന്നു. ആനയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മളവിടെ പോയി പ്രോഗ്രാം അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ പോകുന്നു. അത് അന്ന് വേറെ രസം ഉണ്ട്. അന്ന് വൺമാൻ ഷോ ആയിരുന്നു. മണ്ണപ്പുറത്തിക്കാ പിടിച്ച പരിപാടി അല്ലേ? സലീം കൈപ്പാടം സ്കൂളിൽ പിടിച്ചിട്ട് നമ്മൾ പോകുന്നു. അടുത്താണ് രാത്രി പോയിട്ട് അവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്.
അപ്പൊ അങ്ങനെ എന്തോരം യാത്ര. ഈ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ബൈക്കിലുള്ള നമ്മുടെ യാത്രയില്ലേ, ആ യാത്രയുടെ പറയുമ്പം ഒരു കാര്യം, ഇതിപ്പോൾ അതിശയോക്തിയോ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തൊരു വലിയ മഹത്തര കാര്യം പറയുന്ന പോലെ ഒന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. അനുഭവിച്ച ഒരു കലാകാരൻ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ലാൽ സാറുമായിട്ടുള്ളൊരു സീൻ എടുത്തപ്പോൾ ഞാനും സാറും കൂടെ കൂടി പോണ കാര്യമൊക്കെ പറഞ്ഞാൽ ബൈക്കിനകത്ത് ഈ ബൈക്കിലെ സീൻ എടുത്തപ്പം ഈ നമ്മൾ പോകുമ്പോൾ ഈ ഷർട്ട് നനഞ്ഞു കഴിഞ്ഞാൽ മഴയുണ്ട് ഇടയ്ക്ക്, അപ്പം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് വേറെ ഒരിതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാരവാനൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്യാരവാൻ ഉണ്ട് കേട്ടോ, എന്നാലും ക്യാരവാൻ യൂസ് ചെയ്യാറില്ല, കാരണം പുറത്തൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ്, കാരണം ഇതുപോലൊരു സെറ്റ് നമുക്കിപ്പോൾ യൂസ് ചെയ്യുക, അതായത് അനുഭവിക്കാൻ പറ്റിയില്ല നമ്മൾ ക്യാരവാനകത്ത് കയറുന്ന അത്ര ഒരു സുഖം കിട്ടുമല്ലോ. ഇത് വന്നവരെല്ലാം കാണാം, പോണവരെല്ലാം കാണാം, ലാൽ സാർ വന്ന് പോകുന്നത്, മറ്റൊരു ശോഭനമാൻ വരുന്നത്, എല്ലാവരും. പിന്നെ ഈ സാറിൻ്റെ ഡയറക്ഷൻ തന്നെ കണ്ടു നിൽക്കാൻ നല്ല രസമാണല്ലോ. അതുകൊണ്ട് കൂടുതലും ആ ഒരു മേഖലയിലായിരിക്കും നമ്മളിരിക്കുക. പിന്നെ നമ്മുടെ കൂടെ ചെയ്ത ടിജോ ഉണ്ട്, പിന്നെ നമ്മുടെ രതീഷ്, അസോസിയേറ്റ് രതീഷ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി, രാകേഷ് ഉണ്ട് തിരുവനന്തപുരത്തുള്ള, അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് അവരൊക്കെയായിട്ട് വർത്തമാനം പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഗ്യാങ്ങായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെടുക്കാൻ നേരത്തെ ഞാനും സാറും മാത്രമല്ലല്ലോ ബൈക്കിൽ പോകുന്നത്, പിന്നെ മറ്റൊരു കാറിലാണ്. അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചാറ്റൽ മഴ വന്നപ്പോൾ പറഞ്ഞു, എന്നാൽ ഷൈജോ നനയാണ്, ക്യാരവാനിലേക്ക് ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ക്യാരവാനിലേക്ക് ഇരുന്നു. ക്യാരവാനിലേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ക്യാരവാൻ തുറന്ന് നോക്കുമ്പോൾ ആരുമില്ല അവിടെ, ഞാനുള്ളൂ. അവിടെ ആരും ഇല്ല, വേറെ വണ്ടികളും ഇല്ല. അപ്പോൾ ഞാൻ ക്യാരവാനിലേക്ക് ഇരിക്കും. അപ്പം ഇങ്ങനെ വന്നു. അപ്പം നമ്മളെ കൊണ്ടുപോകുന്നൊരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടി അത്യാവശ്യം വന്നപ്പം എന്ത് മാറ്റിയിടാൻ എന്തെടുക്കാൻ പോയപ്പം എന്നോട് ചേട്ടൻ ക്യാരവാനിലേക്ക് ഇരിക്കാൻ പറഞ്ഞ ഞാൻ ആ വണ്ടിക്ക് ഉണ്ടാവും എന്നുള്ളത് മറ്റുള്ളൊരു പ്രതീക്ഷയാണ്. എന്താ ഇവർ, ഞാൻ ആരെയും കാണുന്നില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഫോൺ സൈലൻ്റ് ആയി, ലൊക്കേഷനിൽ ഫോൺ സൈലൻ്റാക്കി വെച്ചേക്കും. ഫോണിന് നോക്കിയപ്പോഴത്തേക്കും ഫോണിനകത്ത് ഒരു കോൾ വന്നുകൊണ്ടിരിക്കുക. ഡിക്സൺ ചേട്ടൻ്റെ, എവിടെയുണ്ട് ഷൈജോ? ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് ചേട്ടാ, ഞാനിവിടെ ക്യാരവാനിൽ കൊണ്ട് തിരിച്ചെത്തും. അയ്യോ ലൊക്കേഷനിൽ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ അല്ല, ഞാനിവിടെ ഇരിക്കുക. പിന്നെ അവിടെ കുറേ പേരുടെ വർത്തമാനം കേൾക്കാം. അല്ല ഞങ്ങൾ വണ്ടിക്കകത്ത് ഇങ്ങനെ വർത്തമാനം കേൾക്കാം. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക. ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി, ഇത് 4, 5, 6 കിലോമീറ്റർ അപ്പുറയാണ് എൻ്റെ ഷൂട്ട് നടക്കണേ. അപ്പോൾ ഒരു വണ്ടി വിട്ട് വന്നിട്ടുണ്ട്. വിട്ട് വന്ന് അവിടെ ഇട്ട് തിരിച്ച് പെട്ടെന്ന് ചേട്ടാ എവിടെ ഇരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് കയറ്റി എത്തിയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇനി ഇത് തുറന്ന് ഞാൻ എന്നെ വിളിക്കുമല്ലോ, അതാ ഞാൻ. പക്ഷേ ഞാൻ മറ്റേ വണ്ടിക്ക് എത്തുന്നത് മറ്റുള്ളവരെല്ലാം പ്രതീക്ഷിച്ചു. ആരുടെയും മിസ്റ്റേക്കല്ല, ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നതെന്നറിയോ, സാറും റെഡിയായിട്ട് അവിടെ വന്ന് ഈ ബൈക്കിനകത്ത് കയറിയിരിക്കുന്നു. സാറിനെ കുട ചൂടിച്ച് പ്രൊഡ്യൂസർ രഞ്ജിത്ത് സാറ് വർത്താനം പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ സാറിനോട് പറഞ്ഞെന്നാൽ ആൾ വന്നിട്ടില്ല, ഇങ്ങനെ വണ്ടിക്കകത്തേക്ക് ഇരുന്നോളാം. കുഴപ്പമില്ല, ആൾ വരട്ടെ. നമുക്ക് മൊത്തത്തിൽ പറയുമ്പോൾ ഒരു മിസ്റ്റേക്കാന്ന് പറഞ്ഞപ്പോഴേ ആ ചാറ്റൽ മഴയിൽ ആ കുടയും ചൂടി എന്ന് വർത്താനം പറഞ്ഞ് ഞാൻ വരുന്ന എത്ര സമയമാണ്, കുറേ സമയം എടുത്തു. ആ വരുന്ന അത്ര സമയം അദ്ദേഹം അവിടെ നിന്നെങ്കിൽ, അതായത് എമ്പുരാൻ വേറെ പടങ്ങളിലെല്ലാം ഷൂട്ട് എന്തോ സാറിന് അറിയാമല്ലോ, അത്രയും വലിയൊരു ലെജൻഡായിട്ടുള്ളൊരു മനുഷ്യൻ നമുക്ക് വേണ്ടി, കാരണം എൻ്റെ അല്ലെങ്കിൽ പോലും അത്രയും നേരം സ്പെൻഡ് ചെയ്ത് ആ ഒരു കാലിങ്ങനെ ബൈക്കിലേക്ക് കുത്തി വെക്കുമല്ലോ, മറ്റേ കാലിങ്ങനെ കയറ്റിയും വെക്കുമല്ലോ, അങ്ങനെ കാലും കയറ്റി വെച്ചിട്ട് ആ കുടയും ചൂടി നിന്ന് അവിടെ ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. പിന്നെ ഞാൻ ആ ബൈക്കിൽ കയറി ഞാൻ ഇരിക്കുകയും ചെയ്യണം. പക്ഷേ ആ ബൈക്ക് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ധാരണ, അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ണാടിക്കണ ഞാനിങ്ങനെ നോക്കണ്ട. സാറിന് ഞാനിങ്ങനെ താമസിച്ചൊന്നുമില്ല, ഇഷ്ടക്കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വണ്ടി അങ്ങ് എടുക്കാൻ പിടിച്ചിരുന്നോ നമ്മളെ 100-ലാന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മളെ പെട്ടെന്ന് ചിരിപ്പിച്ച് ഭയങ്കരമായിട്ട് ജോളിയായിട്ട് ചെയ്ത് ആണ് ആ ലൊക്കേഷൻ. അത്ര നല്ല ലൊക്കേഷനും അത്രയും നല്ല അനുഭവമാണ് അത്. അപ്പം ഞാൻ ഓർക്കുക, ഒരിക്കലും ആ ഒരു കല എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ട് കിട്ടുന്നൊരു സംഭവത്തിൻ്റെ ഒരു ഇടപെടലല്ലേ അതെന്ന് സാറ് കാണിച്ചത്, ലാൽ സാറ് കാണിച്ചതേ വലിയ അനുഭവം കേട്ടോ. അത് മറക്കൂലേ? നമ്മളെ യാത്ര പറഞ്ഞപ്പോൾ കിട്ടിയത്. അതെ, നമ്മുടെ യാത്ര പറഞ്ഞപ്പോൾ കിട്ടി. അല്ലേ? പിന്നെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഫോണില്ല, നമ്മുടെയൊക്കെ ഫോണ്, എൻ്റെ ഫോണിൻ്റെ ഫുള്ളി ഡിസ്പ്ലേയുടെ മേലോട്ട് ഞങ്ങൾ ഒരു സാധനമില്ല, അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. വിരൽ ശരിക്കും ഓടിച്ച് കഴിഞ്ഞാൽ മുറിയും. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നു. അപ്പം എന്നോട് പറഞ്ഞിങ്ങനെ ഇതിങ്ങനെ
പൊളിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് മാറ്റി ഒട്ടിക്കാൻ വേണ്ടി നോക്കി. ഈ ലൊക്കേഷനൊക്കെ ചിലപ്പോൾ ആരും കണ്ട മോശമാണല്ലോ നോർത്തപ്പം അയാൾ പറഞ്ഞു ഡിസ്പ്ലേ ചിലപ്പോൾ പോവും ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ വേണ്ട അനക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുവാട്ടോ. വെച്ചേക്കുവാ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ആ മൊത്തം ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചിരിക്കുവൊക്കെ സത്യം പൊളിച്ചിരിക്കുവന്ന്. എന്നിട്ടത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ അത് പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ പടമെല്ലാം കഴിഞ്ഞിട്ട് പൊളിച്ചു. അപ്പോൾ വിളിച്ചാൽ ഇത് കിട്ടാൻ ഈ ഫോണല്ലേ ഉള്ളൂ, അപ്പോൾ അത് കളയാനും പറ്റില്ലല്ലോ, ഡിസ്പ്ലേ മാറാൻ. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ഇങ്ങനെ ഇലക്ഷൻ്റെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുക. ഞാനേ എൻ്റെ ഫോണിനകത്ത് ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് എൻ്റെ പുറകെ കൂടെ പോകുന്നുണ്ട്. ഞാനത് കാണുന്നില്ല. അപ്പോൾ ഇലക്ഷൻ്റെ ചൂട് വാർത്തകളാണ്. അപ്പം ഇങ്ങനെ നിന്നിങ്ങനെ കണ്ടിട്ട് ഇപ്പം തൃശ്ശൂരിലെ ബലം മറ്റോരോ സ്ഥലങ്ങളിലെ ബലം പറഞ്ഞിരിക്കുക. അവിടെ ഇപ്പോൾ നടക്കുന്നു ഇപ്പം 336 വോട്ടിന് മുന്നിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമല്ലോ. അപ്പം ഞാനിങ്ങനെ മാറി നിന്ന് കേട്ടോണ്ടിരിക്കും. ഈ സാറ് ഇതിൽ പോണേ ഞാൻ കണ്ടായില്ല. സാറിങ്ങനെ പോയിട്ട് കഴിഞ്ഞിട്ട് എന്താ മോനെ എത്രേ അല്ല സാറേ ഞാൻ വാർത്ത വെച്ചായിരുന്നു. അപ്പം ഞാൻ വെച്ച് തെറ്റായിപ്പോയോ, എന്താ ഇനി സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ലല്ലോ, ലൊക്കേഷനിൽ മാറിയാൽ നിൽക്കണമെങ്കിൽ പോലും. അപ്പം ഞാനിങ്ങനെ നിന്ന് സാറിനെ ഇങ്ങനെ നോക്കിയപ്പോൾ സാറ് കാണിച്ച് പറഞ്ഞിട്ട് സാറിൻ്റെ ഫോൺ ആലോചിച്ച് നോക്കണം. എൻ്റെ ഫോൺ വാങ്ങിച്ച് നിന്നിട്ട് അത് കാണുക ആ വാർത്ത. കുറച്ച് നേരം സാറത് കണ്ടു. ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിരിക്കുമെന്ന് അതിനകത്ത് കഷ്ടപ്പെട്ട് കാണുക. ഞാൻ ഓർത്തി സാറ് സിമ്പിളാണ് ലാലേട്ടൻ. അപ്പോൾ ഞാനേ അപ്പം പിന്നെ അലീക്കൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നേ. അങ്ങനെ എന്നും ഓർത്തു വെക്കാൻ പറ്റിയ ഒരു അനുഭവങ്ങൾ, പിന്നെ ഒരുപാട് കുറച്ച് അനുഭവങ്ങളും കുറച്ച് കാര്യങ്ങളും തുറന്നു പറയാൻ എന്നിലൂടെ കഴിഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞു. കാരണം അലീക്ക വരും എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞത് വേറൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ വേറൊരാൾ വന്ന് ചോദിക്കുമ്പോൾ പറയുന്ന പോലെ അല്ല. കാരണം എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ വളർന്നു വന്ന സാഹചര്യവും ഞാൻ കലാഫീൽഡിലേക്ക് എത്തിയത് മുതലുള്ള ഇന്ന് വരെ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഓരോ കാലഘട്ടവും ഇക്കൊക്കെ അറിയാം. ഇക്കടുത്തൊന്നും പറയണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിലുള്ള സത്യാവസ്ഥയൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഇക്ക ഇങ്ങനെ വരുവാണ് ഷയോ എടുക്കാതെ ഇപ്പോൾ ഒന്നാമത്തെ കേസ് മനുഷ്യ നിങ്ങളെൻ്റെ ഇൻ്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം ഞങ്ങൾക്ക് ചിരി വന്നു. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ ആൾക്കാരാകുമ്പോഴേ അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോ എന്ന് വെച്ചാൽ കട്ടൻ ചായം കുടിച്ച് വർത്താനം പറഞ്ഞിടാ എന്നാ ഈ പരിപാടി ഒക്കെ ഉള്ള വലുതെന്നൊക്കെ പറയുന്ന ആളെ ഇതുപോലെ ഒഫീഷ്യലായിട്ട് വന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ചിരി വന്നെങ്കിലും പക്ഷെ അത് ഇക്കയുടെ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നു. ഞാൻ എനിക്ക് പറയാനുള്ള ഇക്കായ ആയതുകൊണ്ട് എനിക്ക് തുറന്ന് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരിക്കും. അല്ല ഒത്തിരി ഫ്രീ ആയിട്ട് പറയാൻ വിളിച്ചിട്ടുണ്ടാവും. കുറെ വിളിച്ചിട്ടുണ്ട്, കുറെ ഇതിന് വിളിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ എനിക്ക് ഒരു നമ്മൾ പറയണതൊക്കെ കറക്റ്റാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. നമ്മുടെ ഒറ്റയ്ക്കുള്ള യാത്രകൾ നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ഒന്നും ഇല്ലല്ലോ. അതെ അതെ. എന്തായാലും ഒത്തിരി സന്തോഷം. എനിക്ക് വെക്കാം. നമ്മൾ കുടുംബമായിട്ടും യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും കുട്ടികളും കുട്ടികളും വഴിയിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ യാത്ര ചെയ്ത അതാണ് നേരത്തെ പറഞ്ഞത്. ബെന്നിച്ചൻ്റെ ഇപ്പം കൂടെ ഇല്ല, അതൊരു വലിയ വേദനയാണ്. പക്ഷെ ബെന്നി എന്തായാലും കൂടെ ഉള്ളതുപോലെ തന്നെ കുട്ടികൾ ബെന്നിയുടെ പ്രാർത്ഥനയും ഉണ്ടായിട്ടുണ്ട് അവിടെ ഇരുന്നു. അതാണ് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ. ഒത്തിരി സന്തോഷം. ഇത്ര നേരം മനസ്സുകൊണ്ട് സംസാരിച്ചു. ഇനിയും ഈ പറഞ്ഞ പോലെ ടൈറ്റിൽ നിർത്തുന്നുണ്ട് മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് കഴിയുന്നില്ല. ഇനിയും വേറെ സിനിമ കഴിഞ്ഞിട്ട് ഷൈജു അടിമാലിയായിട്ടുള്ള ഇൻ്റർവ്യൂ തുടരും. താങ്ക് യു.